प्रकाश पुंज का ये भंडार, हम आत्मा यही पे रहते, यही हमारा है संसार।
द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो होगा दूर अंधेरा। ओम शांति शांति ओम शांति। ഓം ശാന്തി. ശുഭാബാക്ക യാദ് ഹെ. മുരളി ഡേറ്റാണ് 9/2/2021. ഇന്ന് ഈശ്വരീയ ഗവൺമെൻറ് ഏത് വിധത്തിലാണ് ഫാമിലി പ്ലാനിങ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ബാബ ഇന്ന് പറയുകയാണ്. ബാബ പറയണ ഇതൊരു ഫാമിലിയാണ്, ഇതൊരു വീടാണ്, അതേസമയത്ത് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. വീടെന്ന് പറയുമ്പോൾ എങ്ങനെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ, വിദ്യാലയം എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലാണ്, അത് ബാബ ഇന്നത്തെ മുരളിയിൽ മക്കളോട് പറയുകയാണ്. മുരളി സാരം, मीठे बच्चे तुम अभी अमरलोक स्थापन करने के निमित्त हो. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ അമരലോകം സ്ഥാപിക്കുവാൻ നിമിത്തരായിരിക്കുന്നു. ജഹാ കോയി ബി ദുഃഖ് വാ പാപ നഹി ഹോഗ. അവിടെ ബാബ പറയണ യാതൊരു വിധത്തിലുള്ള ദുഃഖമോ പാപമോ ഉണ്ടാകുന്നില്ല. വോ ഹൈ ഹി വൈസ്ലെസ് വേൾഡ്. അതാകുന്നു നിർവികാരി ലോകം. ഏത്? അമരലോകം. പ്രശ്ന, ഗോഡ്ലി ഫാമിലി കാ വണ്ടർഫുൾ പ്ലാൻ കോൺ സാ ഹേ? ഈശ്വരീയ പരിവാരത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പദ്ധതി എന്താണ്? ഗോഡ്ലി ഫാമിലിയുടെ വണ്ടർഫുൾ ആയിരിക്കുന്ന പ്ലാൻ എന്താണ്? എന്തായിരിക്കും? ബാബ ഉത്തരം നൽകുകയാണ്. ഗോഡ്ലി ഫാമിലി കാ പ്ലാൻ ഹേ ഫാമിലി പ്ലാനിങ് കർണ. ഗോഡ്ലി ഫാമിലിയുടെ പ്ലാനാണ് ഫാമിലി പ്ലാനിങ് നടത്തുക എന്നുള്ളത്. ഏക സത്യ ധർമ്മ സ്ഥാപൻ കർ അനേക ധർമ്മോ കാ വിനാശ് കർണ. ഒരു സത്യധർമ്മത്തെ സ്ഥാപിച്ച് അനേക ധർമ്മങ്ങളുടെ വിനാശം നടത്തുക. മനുഷ്യ ബർത്ത് കൺട്രോൾ കർണേക്ക് പ്ലാൻസ് ബനാത്തെ അല്ലേ? ഇന്ന് സർക്കാരാണെങ്കിലും അതുപോലെ മനുഷ്യർ ബർത്ത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള അനേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. तो बाबा कहते उनके प्लान्स चल ना सके. പക്ഷെ ബാബ പറയണ അവരെന്ത് പദ്ധതി ഉണ്ടാക്കിയാലും ഒരിക്കലും അവരെ കൊണ്ട് ബർത്ത് കൺട്രോൾ നടത്താൻ സാധ്യമല്ല. मैं ही नई दुनिया की स्थापना करता हूँ तो बाकी सब आत्माएं ऊपर घर में चली जाती. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നവൻ, ബാക്കി എല്ലാ ആത്മാക്കളും മുകളിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകും.
ബൗത്തോടി ആത്മായി ഹി റഹത്തി, പിന്നീട് അവശേഷിക്കുന്നത് വളരെ കുറച്ച് ആത്മാക്കൾ മാത്രം. അതുകൊണ്ട് ബാബ പറയുന്ന ഫാമിലി പ്ലാനിങ് നടത്തുന്നത്, ബർത്ത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരേ ഒരു ബാബയുടെ കർത്തവ്യമാണ്. ഓം ശാന്തി. ये घर भी है, यूनिवर्सिटी भी है और ഇൻസ്റ്റിറ്റ്യൂഷൻ भी है. ബാബ പറയുന്നത് ഇത് വീടുമാണ്, ഇതൊരു വിശ്വവിദ്യാലയം, സർവകലാശാലയുമാണ്, അതുപോലെ തന്നെ ഇതൊരു വിദ്യാലയം കൂടിയാണ്. തും ബച്ചോं की आत्मा जानती है कि वो है शिव बाबा, ആത്മായേ ഹേ സാലിഗ്രാം. ഇവിടെ നമ്മൾ കുട്ടികൾ, അതായത് ആത്മാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു, അതായത് ശിവബാബയാണ്. നമ്മൾ ആത്മാക്കൾ സാലിഗ്രാമങ്ങളാണ്. അവർ പരമാത്മ. ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരാണ്? ശിവബാബ. നമ്മളെല്ലാവരും ആത്മരൂപത്തിൽ സാലിഗ്രാമങ്ങൾ. ജിൻകാ യേ ശരീർ ഹേ, ശരീർ നഹീ കഹേഗാ ഹമാരി ആത്മ. ബാബ പറയുന്ന ആത്മാവിൻ്റെ ശരീരമാണിത്, രഥം. അല്ലാണ്ട് ശരീരം ഒരിക്കലും പറയുകയില്ലല്ലോ ഇതെൻ്റെ ആത്മാവാണ്, കാരണം ശരീര ജഡമാണ്. ആത്മാ കേത്തി അമാര ശരീർ, ആത്മാവ് പറയും ഇതെൻ്റെ ശരീരമെന്ന്. ഇവിടെ ആത്മാ അവിനാശിയും ശരീരം വിനാശിയുമാണ്. ബാബ പറയുന്നു, ഇവിടെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ആത്മാ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് സ്വയം ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലുണ്ട്. ഹമാരാ ബാബ ശിവ് ഹേ, വോ ഹേ സുപ്രീം ഫാദർ. കൂടാതെ ആത്മാവിൻ്റെ അച്ഛനായിരിക്കുന്നവനാരാ? ശിവബാബയാണ്. അവർ പരമപിതാവാണ്. ആത്മാ ജാൻതി വോ ഹമാര സുപ്രീം ബാബ ബി. അതായത് ആത്മ എന്നുള്ള തിരിച്ചറിവ് നമ്മളിലുള്ളത് കൊണ്ട് തന്നെ, അതായത് പരമാത്മ നമ്മുടെ അച്ഛനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. അവർ സുപ്രീം ടീച്ചറും കൂടിയാണ്, സുപ്രീം ഗുരുവും കൂടിയാണ്. ഭക്തി മാർഗമേ ബി ബുലാത്തെ ഓ ഗോഡ് ഫാദർ. ഭക്തി മാർഗത്തിൽ നമ്മൾ വിളിച്ചു ഹേ ഭഗവാനെ, ഗോഡ് ഫാദർ, പരമാത്മ എന്ന്. മരണേ സമയ ബി കേത്തെ ഹേ ഭഗവാനെ ഈശ്വർ, പുകാർത്തേ ഹേന. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും നമ്മളെ ഈശ്വര ഭഗവാനെ എന്ന് വിളിക്കാറില്ലേ? പരന്തു കിസ്കി ബുദ്ധിമേ യഥാർത്ഥ രീതി ബൈഠാനഹി. പക്ഷെ ആ ഭഗവാൻ ആരാണ്, എന്താണെന്നുള്ളത് ആരുടെ ബുദ്ധിയിലും വ്യക്തമായിരിക്കുന്ന ജ്ഞാനം ഇല്ല. फादर तो सब आत्माओं का एक हो गया, फिर कहा जाता है पतित पावन. പരമാത്മാവേ ഹേ ഈശ്വര എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിൻ്റെ അച്ഛനാണെന്നുള്ള തിരിച്ചറിവില്ല. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ഫാദർ എന്ന് പറയുമ്പോൾ സർവ്വാത്മാക്കളുടെയും അച്ഛനായില്ലേ. പിന്നീട് നമ്മൾ വിളിച്ചതെന്താ? ഹേ പതീത പാവന എന്ന്. തോ ഗുരു ബി ഹോ ഗയ, അതോടെ സർവ്വാത്മാക്കളുടെ സദ്ഗുരുവുമായി. കേത്തെ ദുഃഖ സേ ഹംകോ ലിബറേറ്റ് കർ ശാന്തി ധാം മേ ലേ ജാവോ. നമ്മൾ ഈശ്വരനോട് എന്താ പറഞ്ഞത്? ഈ ദുഃഖത്തിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നൽകി ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോയാലും. തോ ബാബ ബി ഹുവ, ഫിർ പതീത് പാവൻ സദ്ഗുരു ബി ഹുവ. അതുകൊണ്ട് ബാബ നമ്മുടെ അച്ഛനുമായി, പതീത പാവനായതുകൊണ്ട് സദ്ഗുരുവും കൂടിയാണ്. ഫിർ സൃഷ്ടി ചക്ര കാ കൈസേ ഫിർത്താ, മനുഷ്യ 84 ജൻ കൈസേ ലേത്താ, ये बेहद की हिस्ट्री ജോഗ്രഫി സുനാത്തി. അതായത് പിന്നീട് ബാബ ഈ സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു എന്നും മനുഷ്യൻ 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു എന്നും ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററി ജോഗ്രഫിയെക്കുറിച്ചും ഭഗവാൻ നൽകി, അറിവ് നൽകി. അതോടെ ഭഗവാൻ ആരായി? സുപ്രീം ടീച്ചർ ബി ഹുവ. അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ ആരാണ്? പരമശിക്ഷകനും കൂടിയാണ്. അജ്ഞാൻ കാൽമേ ബാപ്പ് അലഗ് ടീച്ചർ അലഗ് ഗുരു അലഗ് ഹോത്തെ. അജ്ഞാനകാലത്തിൽ അച്ഛൻ വേറെയാണ്, ടീച്ചർ വേറെയാണ്, ഗുരു വേറൊരാളായിരിക്കും. യെ ബേഖത് കാ ബാപ്പ് ടീച്ചർ ഗുരു ഏകീ ഹെ. എന്നാൽ ഇവിടെ അലൗകിക ജീവിതത്തിൽ ബാബ പറയുന്ന പരമാത്മ തന്നെയാണ് അച്ഛനും ടീച്ചറും ഗുരും, എല്ലാം ഒന്ന്. അതുകൊണ്ട് ബാപ്പന് എത്രയധികം വ്യത്യാസമുണ്ട്. ബേഖത് കാ ബാപ്പ് ബേഖത് കാ വർഷ ദേത്തെ ബച്ചോങ്കോ. ഇവിടെ പരിധിയില്ലാത്ത അച്ഛൻ തൻ്റെ മക്കൾക്ക് പരിധിയില്ലാത്ത സ്വത്ത് നൽകുന്നു. വോബി ഹഡ്ക വർഷ ദേറ്റ്, അവിടെയും അച്ഛൻ എന്ത് കൊടുക്കും? ഭൗതികമായിരിക്കുന്ന അല്പകാലീന സ്വത്ത് നൽകും. പഠായി ബി ഹദ്ക്കി, അവിടുത്തെ പഠിത്തവും കൂടെ അല്പകാലം. വേൾഡ് की हिस्ट्री ജോഗ്രഫി तो कोई जानते नहीं. പിന്നെ ബാബ പറയുന്നത് അവിടെ ചരിത്രവും ഭൂഗോളശാസ്ത്രവും ഉണ്ട്, പക്ഷെ ബാബ പറയുന്നത് വേൾഡ് ഹിസ്റ്ററി ജോഗ്രഫി ആർക്കും അറിയുകയില്ല. ദ്വാപരയുഗത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള കഥകൾ മാത്രമേ അവർക്ക് അറിയൂ.
ये किसको भी पता नहीं कि ലക്ഷ്മി നാരായണനെ राज्य कैसे पाया. ബാക്കി എല്ലാ രാജാക്കന്മാരെ കുറിച്ച് അവർ വന്നതും പോയതും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബാബ പറയുന്ന വേൾഡ് ഹിസ്റ്ററിയിൽ എന്താ വരുന്നത്, ശ്രീലക്ഷ്മി നാരായൺ എങ്ങനെ രാജ്യം പ്രാപിച്ചു, എത്ര സമയം രാജ്യം ഭരിച്ചു, പിന്നീട് ത്രേതായുഗി രാമ സീത എത്ര സമയം രാജ്യം ഭരിച്ചു. ബാബ പറയുന്ന ഈ ചരിത്രത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. അഭി തും ബച്ചെ സമസ്തി ഹോ ബേഹദ് കാ ബാപ്പ് ആയി ഹേ ഹംകോ പഠാനെ. ഇവിടെ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഫിർ ബാബ സദ്ഗതി കാ രാസ്ത ബത്താത്തെ. ഇവിടെ ബാബ സദ്ഗതിയിലേക്കുള്ള മാർഗം പറഞ്ഞു തരികയാണ്. തും 84 ജന്മ ലേത്തെ ലേത്തെ പതീത് ബൻതേ ഹോ. ബാബ പറയുന്നു, ഇവിടെ നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതരായിരിക്കുന്നു. അബ് പാവൻ ബന്ന ഹെ. ഇപ്പോഴെന്താകണം, പാവനരാകണം. യഹി തമോ പ്രധാൻ ദുനിയ സത്തോ രജോ തമോ മേ ഹർ ചീസ് ആത്തി. ബാബ പറയണ ഇന്ന് ഈ ലോകം തമോ പ്രധാനമായിരിക്കുകയാണ്. അതിൻ്റെ കാരണവും ബാബ പറയണ, ഏതൊരു വസ്തുവും സത്തോ രജോ തമോയിലൂടെ കടന്നു വരണം. ഏ ജോ സൃഷ്ടി ഹെ ഉൻകി ബി ആയു ഹെ നയി സോ പുരാനി പുരാനി സോ ഫിർ നയി ഹോത്തി. ബാബ പറയണ ഈ കാണുന്ന സൃഷ്ടി, ഇതിൻ്റെ ആയുസ് ഏതാണോ ആ ആയുസിനകത്ത് പുതിയതും പഴയതും പഴയതിൽ നിന്നും പുതിയതുമായിത്തീരണം. അപ്പോൾ ബാബ പറയണ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സത്യുഗമേ ഭാരതീത ഉന്മേ ദേവീ ദേവത്വം ക രാജ്യത്ത. സത്യുഗത്തിൽ ഭാരതം ഉണ്ടായിരുന്നു, അവിടെ ദേവീ ദേവന്മാരുടെ രാജ്യമാണ്. ഗോഡ് ഗോഡസസ് ക രാജ്യത്ത. ബാബുടെ ദേവീ ദേവന്മാരുടെ അവിടെ രാജ്യം ഉണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്, ഉന്നോനെ പുനർജന്മ ലിയ. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്, അവർ പുനർജന്മങ്ങളിലൂടെ കടന്നു വന്നു. അതുകൊണ്ടല്ലേ ശാസ്ത്രത്തിൽ പറയുന്നത് പുനരപ്പി ജനനം പുനരപ്പി മരണം. അതാർക്കോ വേണ്ടി പറഞ്ഞെന്നാണ് ധാരണ. ശരിക്കും പാപ്പണത് നിങ്ങൾ തന്നെ ആത്മാക്കൾ ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു. പക്ഷെ എത്ര ജന്മങ്ങൾ എന്നുള്ളത് മാത്രം അവർക്ക് അറിയിക്കില്ല. സത്തോ പ്രധാൻ സെ സത്തോ രജോ തമോ മേ ആയി. ബാബ പറഞ്ഞ ആ രീതിയിൽ സത്തോ പ്രധാന അവസ്ഥയിലുണ്ടായ ആത്മാക്കൾ ജന്മങ്ങളിൽ കടന്നു വന്നപ്പോഴെന്ത് സംഭവിച്ചു, സത്തോ പ്രധാനത്തിൽ നിന്നും സത്തോ പിന്നീട് രജോ തമോ തമോ പ്രധാനത്തിലേക്ക് കടക്കുകയാണ്. ഇത്തനെ ജന്മലി, അതും ഓരോ അവസ്ഥയിൽ ഇത്ര ജന്മം എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ബാബ പറയാണ്, ഭാരത് മേ 5000 वर्ष पहले जब लक्ष्मी नारायण का राज्य था तो वहाँ मनुष्यों की आयु एवरेज 125-150 वर्ष होती है. അപ്പോൾ ബാബ പറയുന്ന 5000 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴാണോ ലക്ഷ്മി നാരായണൻ്റെ രാജ്യഭരണം ഉണ്ടായത്, അവിടെ മനുഷ്യരുടെ ആയുസ് ആവറേജ് എന്ന് പറഞ്ഞ എത്രയായിരുന്നു, 125-150 വർഷത്തോളം അവർ ജീവിച്ചിരുന്നു. അതുകൊണ്ട് അതിനെ അമരലോകം എന്നാണ് വിളിച്ചത്. പൂർണ്ണ ആയുസ് തികയുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ട് അതിനെ അമരലോകം എന്ന് പറയുന്നു. ബാബപ്പണ്ണ അവിടെ ഒരിക്കലും അകാല മരണങ്ങൾ സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണെങ്കിലോ ഇവിടെ അകാല മരണം നടക്കുന്നു. അതുകൊണ്ട് ബാബ പറയണ ഇത് മൃത്യുലോകമാണ്. അമരലോകമേ മനുഷ്യ അമർ രഹത്തി ആയു ബഡി രഹത്തി. അമരലോകത്തിൽ മനുഷ്യർ അമരന്മാരായിരുന്നു, അതായത് ദീർഘായുസുള്ളവരായിരുന്നു. സത്യഗമേ പവിത്ര ഗൃഹസ്ഥാശ്രമം ത. അവിടെ ബാബ പറയുന്ന പവിത്ര ഗൃഹസ്ഥാശ്രമമായിരുന്നു. വൈസ്ലെസ് വേൾഡ് കഹാ ജാത്ത. എന്തുകൊണ്ടാണ് ദീർഘായുസ്? ബാബണ അത് നിർവികാരി ലോകം. ഇന്ന് ഇവിടെ ബാബ പറയുന്ന എ വിഷ്യസ് വേൾഡ്, ഇതെന്തായി മാറിയിരിക്കുകയാണ്, വികാരി ലോകമായി. അഭി തും ബച്ചേ ജാൻതി ഹോ ഹം ശിവ ബാബ കി സന്താൻ. ഇവിടെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ശിവബാബയുടെ സന്താനങ്ങളാണ്. ശിവബാബയിൽ നിന്ന് തന്നെയാണ് സ്വത്തെടുക്കേണ്ടത്. ഏ ദാദാ വോ ഡാഡ വർഷ ഡാഡേക്കാ മിൽത്താ ഹെ. അതായത് ബ്രഹ്മബാബ നമ്മുടെ മൂത്ത സഹോദരനാണ്, പക്ഷെ ശിവബാബ നമ്മുടെ മുത്തച്ഛനാണ്. അപ്പോൾ മുത്തച്ഛൻ്റെ സ്വത്താണ് നമുക്ക് ലഭിക്കുക. ഡാഡേക്ക് പ്രോപ്പർട്ടി പ സബ്കാ ഹക്ക് റഹത്ത. അല്ലേ, മുത്തച്ഛൻ്റെ സ്വത്തിനാണല്ലോ എല്ലാ അവകാശികളും ഉണ്ടാകുന്നത്. ബ്രഹ്മാക്കോ കഹാ ജാത്ത പ്രജാപിത. സാകാരത്തിൽ ബ്രഹ്മാവാരാണ്, പ്രജകളുടെ പിതാവാണ്. ആദം ഓർ ഈവ്, ആദം ബീബി
വോ ഹേ നിരാകാർ ഗോഡ് ഫാദർ. അതുകൊണ്ട് ബ്രഹ്മ സരസ്വതി എന്ന് പറയുന്നതിന് മാനവകുലത്തിൻ്റെ ആദി മാനവനാണ്. അപ്പോൾ ബാബ പറയുന്നത് ആദം ഈവ്, ആദം ബീബി എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിരാകാരനായിരിക്കുന്ന ബാബയാണെങ്കിലോ അവരാരാ? അവരാണ് ഗോഡ് ഫാദർ, അതായത് ആത്മാക്കളുടെ, സർവ്വ ആത്മാക്കളുടെയും പിതാവ്. ये പ്രജാപിതാ ഹോ ഗയ സാകാരി ഫാദർ. ബ്രഹ്മാവാരാണ്? പ്രജകളുടെ പിതാവ്, സാകാര പിതാവാണ്. ഇൻകോ അപ്ന ശരീർ ഹെ. ബ്രഹ്മാവിന് അവരുടേതായിരിക്കുന്ന ശരീരമുണ്ട്. ശിവബാബാക്കോ അപ്ന ശരീർ നഹി. പരമാത്മാവ് ശിവബാബയ്ക്ക് അവരുടേതായിരിക്കുന്ന ശരീരം ഇല്ല. तो तुमको वर्षा मिलता है शिव बाबा से ब्रह्मा द्वारा. അപ്പോൾ നമുക്ക് ആരുടെ സ്വത്താണ് ലഭിക്കുന്നത്? ശിവബാബയുടെ സ്വത്ത് ആരിലൂടെ ലഭിക്കുന്നു? മീഡിയേറ്റർ ആരാണ്? ബ്രഹ്മാവിൽ കൂടിയാണ് ലഭിക്കുന്നത്. ഡാഡേക്ക് മിൽക്കത്ത് മിലേഗി തോ ബാബ് ദ്വാരാണ്. അതായത് ബാബ പറയുന്ന മുത്തച്ഛൻ്റെ സ്വത്ത് അച്ഛനിലൂടെയല്ലേ നമുക്ക് ലഭിക്കുക. शिव बाबा से भी ब्रह्मा द्वारा तुम फिर मनुष्य से देवता बन रही. അതുപോലെ ബാബണ ഇവിടെയും ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിൽ കൂടിയാണ് മനുഷ്യരായ നമ്മൾ ദേവതകളായി മാറുന്നത്. മനുഷ്യസേ ദേവതാ കിയേ കർത്താനാ ലാഗി വാർ കിസ്നെ ബനായ. സിഖ് ധർമ്മത്തിലൊരു ചൊല്ല് പറയാറുണ്ട്, മനുഷ്യനിൽ നിന്നും ദേവതയാക്കി ഭഗവാൻ. യാതൊരുവിധ സ്ഥൂലമായ കലഹങ്ങളോ യുദ്ധമോ നടന്നിരുന്നില്ല. അപ്പോൾ ഭഗവാൻ അത്തരത്തിൽ മനുഷ്യനെ ദേവതയാക്കിയവൻ ആര്? ഭഗവാൻ അല്ലേ? ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ ആര്? മഹിമ കർത്തേ ഹേ ന ഗ്രന്ഥമേ മഹിമ ബഹുത്യ. ബാപ്പണ അവിടെ സിഖ് ധർമ്മ ഗ്രന്ഥത്തിൽ ഇത് മഹിമയുള്ളതാണ്. അങ്ങനെ ബാപ്പണ ഭഗവാന്റെ ഒരുപാട് മഹിമകൾ പാടാറില്ലേ? ജैसे ബാബ കേത്തെ അലഫ് കോ യാദ് കരോ തോ ബേ ബാദ്ഷാഹി തുമാരി. ഇതുപോലെ ബാബ പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ രാജ്യാധികാരം, സ്വത്ത് നമ്മുടേതാകും. ഗുരുനാനക് ബി കേത്തെ ജബ് സാഹിബ് കോ തോ സുഖ് മിലെ. അതുപോലെ ഗുരുനാനക് സിദ്ധർമ്മ സ്ഥാപകൻ പറഞ്ഞതെന്താ? സാഹിബ് ഈശ്വരനെ ജപിക്കുകയാണെങ്കിൽ സുഖപ്രാപ്തി ഉണ്ടാകും, അതായത് സുഖത്തിൻ്റെ സ്വത്ത് ലഭിക്കും. ഉസ് നിരാകാർ അകാല മൂരത് ബാപ്കി ഹി മഹിമ ഗാത്ത്. അവർ പരമാത്മാവിനെ കാണുന്ന നിരാകാര രൂപൻ, അകാലമൂർത്തി എന്നാണ് പറയുക, കാലം വിഴുങ്ങാത്തവൻ. അപ്പോൾ ബാബ പറയുന്ന ആ ബാബയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് സുഖം അതോ സ്വത്ത് ലഭിക്കുക. അതുകൊണ്ട് ബാബ പറയുന്ന പരമാത്മ മഹിമ പാടാറുണ്ട്. ബാബ കേത്തെ മുझे യാദ് കരോ തോ സുഖ് മിലേ. ഇവിടെ ബാബ പഠിപ്പിക്കുന്ന എന്താ? പരമാത്മാവായിരിക്കുന്ന അച്ഛനായ എന്നെ നിങ്ങൾ ഓർമ്മിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സുഖാനുഭവം ഉണ്ടാകും. അബി ബാപ്കോ ഹി യാദ് കർത്തേ ഹെ അല്ലേ? ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ബാബയെ തന്നെയല്ലേ ഓർമ്മിക്കുന്നത്. ലഡായി പൂരി ഹോഗി ഫി ലക്ഷ്മി നാരായൺ കെ രാജ്യമേ ഏക് ഹി ധർമ്മ ഹോഗ. ബാബ പറയണ ഇനി യുദ്ധം നടക്കും. ആ യുദ്ധത്തിന് ശേഷം ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഏകധർമ്മം ഉണ്ടാകും. ബാബ പറയണ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ? ഭഗവാൻ വാച്ച് പതീത് പാവൻ ജ്ഞാൻ കാ സാഗർ ഭഗവാൻ കോ കഹാ ജാത്ത. ഭഗവാൻ പറഞ്ഞു തരികയാണ്, പതീത പാവനൻ ജ്ഞാനസാഗറിന് തന്നെയാണ് ഭഗവാൻ എന്ന് വിളിക്കുക. അവർ തന്നെയാണ് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവനും. ജബ് ഹം ബാപ് കെ ബച്ചേ തോ സറോ ഹം സുഖമേ ഹോനെ ചാഹിയേന. അതായത് ഇപ്പോൾ നമ്മൾ ആ ബാബയുടെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാകണം? സുഖത്തിലായിരിക്കണ്ടേ? ബരോബ ഭാരത്വാസി സത്യുഗ്മേത്തെ. തീർച്ചയായിട്ടും ഭാരതവാസികൾ എവിടെയായിരുന്നു? സത്യുഗത്തിലായിരുന്നു. ബാക്കി സബ് ആത്മായ ശാന്തി ധാമേത്തി. ദേവതകൾ സത്യുഗത്തിൽ വരുമ്പോൾ ബാക്കി എല്ലാ ആത്മാക്കൾ എവിടെയായിരിക്കും? ശാന്തിധാമത്തിൽ. അബി തോ സബ് ആത്മായി യഹാ ആ രഹി. ബാബ പറയും ശാന്തിധാമത്തിലുള്ള എല്ലാ ആത്മാക്കളും ഇപ്പോൾ സാകാര ലോകത്ത് വരികയാണ്. ഫിർ ഹം ജാക്കർ ദേവി ദേവത ബനേംഗെ. പിന്നീട് വീണ്ടും തിരിച്ചു പോകും അല്ലേ? വീണ്ടും ദേവി ദേവതാ ധർമ്മത്തിലേക്ക് നമ്മൾ വരും. സ്വർഗമേ പാർട്ട് ബച്ചാത്തെ. അതോടെ സ്വർഗത്തിൽ നമ്മുടെ പാർട്ട് ആരംഭിക്കും. യേ പുരാനി ദുനിയാ ഹേ ദുഃഖധാം നയി ദുനിയാ ഹേ സുഖധാം. അപ്പോൾ ബാബ പറയുന്നത് ഇത് പഴയ ലോകം ദുഃഖധാമമാണ്, പുതിയ ലോകം സുഖധാമമായിരുന്നു. പുരാന ഘർ ഹോത്താ തോ ഫിർ ഉൻമേ
ചൂഹേ സർപ്പാദി നിക്കൽത്തെ അല്ലേ. വീട് പഴയതാകുന്നതിനനുസരിച്ച് അവിടെ ബാപ്പണ്ണ പല പ്രാണികളും ഉണ്ടാകും. അതായത് ബാപ്പണ്ണ എലികളും ഉണ്ടാകും, പാമ്പും ഉണ്ടാകും, തേളെല്ലാം ഉണ്ടാകും. ഏ ദുനിയ ബി ഐസി ഹെ. അതുപോലെ ബാപ്പണ്ണ ഈ ലോകവും അങ്ങനെയാണ്. ലോകം പഴയതായപ്പോൾ ബാബ പറഞ്ഞ അത്തരത്തിലുള്ള സ്വഭാവ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു. ഏ കൽപ്പയ്ക്ക് ആയോ 5000 വർഷേ അഭി ഹെ അന്ത്. അപ്പോൾ ബാപ്പണ്ണ ഇതൊരു കൽപ്പമാണ്. ഈ കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. ഇപ്പോഴിതിൻ്റെ അന്ത്യമാണ്. ഗാന്ധിജി ബി ചാത്തേ തേ നയി ദുനിയ നയി ഡൽഹി ഹോ രാംരാജ്യോ. ബാബ പറയണ മഹാത്മാഗാന്ധിജിയും കൂടി ആഗ്രഹിച്ചതായിരുന്നല്ലോ പുതിയ ലോകം, പുതിയ ഡൽഹി ഉണ്ടാകണം, രാമരാജ്യം ഉണ്ടാകണമെന്ന്. പരന്തു ये तो बाप का ही काम है. ബാപ്പന് ഇതൊരു മനുഷ്യൻ്റെ കർത്തവ്യമല്ല രാമരാജ്യം സ്ഥാപിക്കുക. കാരണം ഭാരതത്തിൽ മാത്രമല്ല, ബാപ്പന് മുഴുവൻ ലോകത്തിലും വെച്ച് ശ്രേഷ്ഠമാകേണ്ടേ. അതുകൊണ്ട് ബാപ്പന് ഭഗവാന്റെ കർത്തവ്യമാണ്. ദേവത്വം കാ രാജ്യ കോ ഹി രാമരാജ്യ കേത്തെ. ദേവീ ദേവന്മാരുടെ രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. നയി ദുനിയാമേ തോ സർ ലക്ഷ്മി നാരായൺ കാ രാജ്യ ഹോഗ. അപ്പോൾ ബാബ പറയണ പുതിയ ലോകത്തിൽ തീർച്ചയായും ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടാകും. पहले तो राधे कृष्ण दोनों अलग अलग राजधानी के हैं. फिर उन्होंने सगाई हुई तो लक्ष्मी नारायण बनते. അപ്പോൾ ബാബ പറയണ പുതിയ രാജധാനിയിൽ ശ്രീകൃഷ്ണനും ശ്രീരാധയും വേറെ വേറെ രാജധാനിയിലെ രാജകുമാരനും രാജകുമാരിയുമായിരുന്നു. പിന്നീട് അവരുടെ സ്വയംവരം നിശ്ചിതാർത്ഥമായപ്പോൾ അവർ ലക്ഷ്മി നാരായണായി മാറി. ജറോ ഈ സമയസെ കർമ്മ കർത്തേ ഹോങ്കേന. ആ പദവിയിലേക്ക് എത്തണമെങ്കിൽ അത്തരത്തിലുള്ള കർമ്മം ഇപ്പോഴിവിടെ ചെയ്തിട്ടുണ്ടാകണമല്ലോ. ബാബ് തുംകോ കർമ്മ അക്കൻ വികർമ്മക്ക് ഗതി ബൈറ്റ് സംജാത്തെ. അപ്പോൾ ബാബ ഇവിടെ കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗതിയെ മനസ്സിലാക്കി തരുന്നു. രാവൺ രാജ്യമേ മനുഷ്യ ജോ കർമ്മ കരേഗ വോ കർമ്മ വികർമ്മ ബൻ ചാത്ത. ബാബ പറയണ ഈ രാവണ രാജ്യത്തിൽ ഏതൊരു മനുഷ്യൻ എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മം എന്തായിത്തീരും? വികർമ്മമായിത്തീരും. സത്യുഗത്തിൽ കർമ്മം അകർമ്മമായിരുന്നു. ഗീതാമേ ബി ഹേ പരന്തു നാം ബദല്ലിയ യഹേ ബോൽ. അപ്പം ഇതൊക്കെ ചില കാര്യങ്ങൾ ഗീതയിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷെ ബാബ പറയാണ് ഭഗവാന്റെ പേര് എഴുതുന്നിടത്ത് അവിടെ കൃഷ്ണൻ്റെ പേര് എഴുതി വെച്ചതുകൊണ്ട് എല്ലാം തെറ്റി. കൃഷ്ണ ജയന്തി ഹോത്തി ഹേ സത്യുഗമേ ശിവഹേ നിരാകാ പരംപിത. കൃഷ്ണ ജയന്തി ഉണ്ടാകുന്നത് സത്യുഗത്തിലാണ്. ശിവൻ നിരാകാരനും പരംപിതാവുമാണ്. കൃഷ്ണനാണെങ്കിലോ സാകാര മനുഷ്യധാരിയാണ്. पहले शिव जयंती होती फिर कृष्ण जयंती भारत में ही मनाते. അതുകൊണ്ട് ബാബ പറയുന്നത് നമ്മൾ ഉത്സവങ്ങൾ എങ്ങനെ ആഘോഷിക്കുക? ആദ്യം ശിവജയന്തി, അതിനുശേഷം കൃഷ്ണ ജയന്തി ഭാരതത്തിൽ ആഘോഷിച്ചു വരുന്നു. അതിനെ ശിവരാത്രിയായിട്ട് കണക്കാക്കുന്നുമുണ്ട്. ബാപ്പാക്ക് ഭാരത് കോ സ്വർഗ കാ രാജ്യ ദേത്ത. അതായത് സംഗമയുഗത്തിൽ ബാബ വന്ന് മക്കൾക്ക് സ്വർഗരാജ്യം നൽകുകയാണ്. ശിവജയന്തിക്ക് ബാദേ കൃഷ്ണ ജയന്തി. അതുകൊണ്ട് ആദ്യ ശിവൻ പിന്നീടാണ് കൃഷ്ണൻ. അതുകൊണ്ട് ആദ്യ ശിവജയന്തി പിന്നീട് കൃഷ്ണ ജന്മാഷ്ടമി. ഉൻകെ ബീച്ച് മേ ഹോത്തി ഹെ രാഖി ക്യോങ്കി പവിത്രത ചായ്. അപ്പോൾ ശിവജയന്തിയുടെയും അതേസമയത്ത് കൃഷ്ണ ജയന്തിയുടെ ഇടയിൽ വരുന്നതാണ് രാഖി, രക്ഷാബന്ധൻ, പവിത്രതയുടെ പ്രതിജ്ഞ. പുരാനി ദുനിയാക്ക വിനാശ് ബി ചായ്. ബാപ്പന് പഴയ ലോകത്തിൻ്റെ വിനാശം നടക്കണം. फिर लड़ाई लगती है तो सब खत्म हो जाता. പിന്നീട് യുദ്ധം നടക്കും, അതോടെ എല്ലാം വിനാശാകും. फिर तुम आकर नई दुनिया में राज्य करेगा. അതിനുശേഷമാണ് നിങ്ങൾ കുട്ടികൾ പുതിയ ലോകത്തിൽ വന്ന് രാജ്യം ഭരിക്കുക. तुम इस पुरानी दुनिया मृत्युलोक के लिए नहीं पढ़ते. അതുകൊണ്ട് ബാബ പറയണ ഈ പഠിപ്പൊന്നും ഈ മൃത്യുലോകത്തിലേക്ക്, ഈ പഴയ ലോകത്തിലേക്കുള്ളതല്ല. പിന്നെ എവിടത്തേക്കാണ്? പുതിയ ലോകത്തിലേക്കുള്ളത്. तुम्हारी पढ़ाई है नई दुनिया अमर लोक के लिए, ऐसे तो कोई कॉलेज नहीं होगा. ബാബ പറയണ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വിദ്യാലയം കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ഈ പഠിപ്പ് ഇവിടത്തേക്കെല്ലാം അടുത്ത ജന്മത്തിലേക്കാണ് പഠിക്കുന്നതെന്നുള്ളത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വിദ്യാലയമുണ്ടോ? പാപ്പൻ അങ്ങനെ ഒരു വിദ്യാലയം ഈ ലോകത്തിലില്ല.
अब बाबा कहते इस मृत्यु लोक का अंत है, इसलिए जल्दी पढ़कर होशियार होना. ബാബ പറയണ ഇത് മൃത്യുലോകത്തിൻ്റെ അവസാനമാണ്, അതുകൊണ്ട് വേഗം പഠിച്ച് വിവേകശാലികളാകണം. वो बाप भी है, पतित पावन भी है, पढ़ाते भी है. ബാബാര നമ്മുടെ അച്ഛനുമാണ്, പഠിപ്പിക്കുന്ന ശിക്ഷകനുമാണ്, പതീത പാവനും കൂടിയാണ്. तो ये गॉड फादरली യൂണിവേഴ്സിറ്റി है. ബാബ പറയണ ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് ആരാ? ഭഗവാൻ. അതുകൊണ്ട് ഇത് ഭഗവാൻ വാക്യങ്ങളാണ്. കൃഷ്ണത്തോ സത്യുക പ്രിൻസ്, കൃഷ്ണനാണെങ്കിലോ സത്യുഗത്തിൻ്റെ രാജകുമാരൻ. വോബി ശിവബാബ സെ വർഷ ലേത്ത. അപ്പോൾ ബാബയിൽ നിന്ന് കൃഷ്ണൻ സ്വത്ത് എടുത്തതാണ് അല്ലേ? കൃഷ്ണൻ്റെ പദവിയിലേക്ക് നേടിയത് എങ്ങനെയാ? ശിവബാബയിൽ നിന്നും സ്വത്ത് എടുത്തതാണ്. इस समय सब भविष्य के लिए वर्षा ले रखे हैं, फिर जितना पड़ेगा उतना वर्षा मिलेगा. അപ്പോൾ ഈ സമയത്ത് എല്ലാ ആത്മാക്കളും, ബ്രാഹ്മണരായിരിക്കുന്ന എല്ലാ കുട്ടികളും ഭാവിയിലേക്കുള്ള സ്വത്താണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെത്ര പഠിക്കുന്നു അതിനനുസരിച്ച് സ്വത്ത് നേടും. പഠിച്ചില്ല എങ്കിലോ അതിനനുസരിച്ച് കുറഞ്ഞ പദവി നേടും. കഹാബി റഹോ പഠിത്തേറോ. അതുകൊണ്ട് ബാബ മക്കളോട് പറയുകയാണ്, എവിടെയായിരുന്നാലും കുഴപ്പമില്ല, ബാബ നൽകുന്ന ജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കണം. മുരളി തോ വിലായത് മേ ബി ജാ സക്തിന. ഇനി മുരളി കിട്ടിയില്ല എന്നൊരു പരാതി വേണ്ടല്ലോ. ബാബ പറയണ മുരളി വിദേശത്ത് പോലും കിട്ടും. ബാബ റോസ് സാവധാനി ബി ദേത്തേ റഹത്തെ. ബാബ നിത്യവും കുട്ടികൾക്ക് ഓരോ സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും, മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കും. ബച്ചേ ബാപ് കോ യാദ് കരോ, ഇസേ തുമാരെ വികം വിനാശ് ഹോങ്കേ. ബാബ പറയണ മക്കളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശാകും. ആത്മാമേ ജോ ഖാദ് പടി ഹേ വോ നിക്കൽ ജായേഗി. അല്ലേ? ബാബ എന്തുകൊണ്ടാണ് ഓർമ്മിക്കാൻ പറയുന്നത്? അനേക ജന്മങ്ങളുടെ വികർമ്മങ്ങളുടെ കറ ഇല്ലാതാക്കണം. അതുപോലെ ബാബ പറയുന്ന ആത്മാവിൽ കയറിക്കൂടിയിരിക്കുന്ന എന്തെല്ലാം അഴുക്കുകളുണ്ടോ, കറകളുണ്ടോ, ബാബ പറഞ്ഞു തരണം, അതെല്ലാം ഇളകിപ്പോകണം. ആത്മാ 100% പ്യൂർ ബന്നാ ഹെ. ബാബ പറയുന്ന ആത്മാവ് 100% പരിശുദ്ധമാകണം. അഭി തോ ഇംപ്യൂർ ഹെ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അപവിത്രമാണ്. ഭക്തി തോ മനുഷ്യ ബഹുത് കർത്തേ, തീർത്ഥോം പർ മേലോം പർ ലാഖോ മനുഷ്യ ജാത്യ. ബാബ പറയുന്ന ധാരാളം മനുഷ്യർ ഭക്തി ചെയ്യാറുണ്ട്, തീർത്ഥയാത്രകൾ നടത്താറുണ്ട്, അതുപോലെ തന്നെ ഉത്സവ കാര്യങ്ങളിൽ പോകാറുണ്ട്. ലക്ഷാന്തര മനുഷ്യർ പോകും. ഏതോ ജന്മ ജന്മാന്തർ സെ ചലാത്ത. ബാപ്പണ് ഇതൊക്കെ ജന്മജന്മാന്തരങ്ങളായി നടന്നു വരുന്ന കാര്യങ്ങളാണ്. കിത്തനെ മന്ദിരാദി ബനാത്തെ, മെഹനത്ത് കർത്തേ, ഫിർ ബി സീഡി ഉത്തർത്തേ ജാത്തെ. തീർത്ഥയാത്രകളും വഴിപാടുകളും അതുപോലെ ക്ഷേത്രപ്പണികളും, ക്ഷേത്രങ്ങൾ പണിതു, ഏതെല്ലാം വിധത്തിൽ ചെയ്തു, എന്നിട്ടും എന്തേ സംഭവിച്ചത്? ബാബ പറയണ താഴോട്ട് താഴോട്ട് തന്നെ നമ്മൾ പതനത്തിലേക്ക് ഇറങ്ങി വന്നു. അഭി തും ബച്ചേ ജാൻതേ ഹം ചടത്തി കലാസെ സുഖദാം മേ ജായെങ്കെ ഫിർ ഹംകോ ഉത്തർന. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏതാണ്? നമ്മൾ കയറുന്ന കലയിലൂടെ സുഖധാമത്തിലേക്ക് പോകും. വീണ്ടും അവിടെ നിന്ന് നമുക്ക് എന്തുണ്ടാകും? ഇറക്കം സംഭവിക്കും. ഫിർ കല കംതി ഹോത്തി ജാത്തെ. നമ്മൾ ആത്മാവിലെ കലകൾ എന്താകും? പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. അഭി തും ജാൻതി ഹോ ഹം ചടത്തി കലാസെ സുഖധാം മേ ജായെങ്കെ. പക്ഷെ ഇപ്പോഴെന്താണ്? കയറുന്ന കലയിൽ നമ്മൾ സുഖധാമത്തിലേക്ക് പോവുകയാണ്. നയേ മക്കാൻ കാ 10 വർഷ കെ ബാദ് ബബക്ക ജറൂർ കം ഹോ ജായേഗാ ന. ബാപ്പയുടെ സൃഷ്ടിയിൽ അതൊരു നിയമമാണ്. നമ്മൾ എത്ര തന്നെ പുതിയ വീട് എത്ര ചിലവിട്ട് ഉണ്ടാക്കിയാലും, അത് കോടിയുടെ പൈസ ചിലവിട്ട് ഉണ്ടാക്കിയാലും, ബാബ പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഷോ കുറയൂലേ. തും നൈ ദുനിയ സത്യുഗമേത്തേ. അതുപോലെ ബാപ്പയുടെ പുതിയ ലോകം അത് സത്യുഗത്തിലായിരുന്നു. 1550 വർഷ കെ ബാദ് രാമരാജ് ശുരു ഹോ ഗയ. 1250 വർഷമാകുമ്പോഴേക്കും അത് കുറച്ച് പഴയതായി. സത്യുഗത്തിൽ നിന്നും രാമരാജ്യത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന പഴയതായി ഇപ്പോൾ പൂർണ്ണമായിട്ട് എന്തായി? തമോ പ്രധാനമായി. മനുഷ്യ കിത്തനെ ഹോ ഗയേ, പുരാനി ദുനിയ ഹോ ഗയി. ബാബ പറയുന്ന എത്ര മനുഷ്യരാണ് ഇന്ന്? ജനസംഖ്യ വർദ്ധിച്ചു, ലോകം പഴയതായി. വേ ലോകത്തോ ഫാമിലി പ്ലാനിക്ക് പ്ലാൻ ബനാത്തേ റഹത്തെ. അതുകൊണ്ട് അതുകൊണ്ട് ബാബ പറയണ് ഇന്ന് ഗവൺമെൻറ്റൊക്കെ എന്താ ചെയ്യുന്നത്? ഫാമിലി പ്ലാനിങ് ഒക്കെ നടത്താറുണ്ട്. കിത്തന മൊഞ്ചത്തെ റഹത്തെ അല്ലേ? ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കും.
എന്നിട്ടും അവർക്കത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. ഹം ലിഖ്തേ യേ തോ ഗോഡ് ഫാദർ കാ ഹി കാം ഹെ. അപ്പോൾ ബാപ്പണ് നിങ്ങൾ കുട്ടികൾ എഴുതും ഗവൺമെൻറ്റിന്, ഇത് പരമാത്മാവിൻ്റെ കാര്യമാണ്. സത്യമേ 9 लाख 10 लाख മനുഷ്യ ജാക്കർ രഹേങ്കി. അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. ഇന്ന് 850 കോടിയിലേറെ മനുഷ്യരുണ്ടെങ്കിൽ സത്യയുഗത്തിൽ 9-10 ലക്ഷം മനുഷ്യരുണ്ടാകൂ. ബാക്കി സബ് അപ്പനെ ഗർ സ്വീറ്റ് ഹോം മേ ചലേ ജായെങ്കിൽ. അപ്പോൾ ബാക്കി ഇത്ര ആത്മാക്കൾ എവിടെ പോകും? മധുരമായ പരംധാമത്തിലേക്ക്, സ്വീറ്റ് ധാമത്തിലേക്ക് പോകും. അപ്പോൾ ബാബ പറയുന്നത് ഇതാണ് ഈശ്വരീയ ഫാമിലിയുടെ പ്ലാനിങ്. ഏക ധർമ്മ കി സ്ഥാപന ബാക്കി സബ് ധർമ്മോ കാ വിനാശ്. അതായത് ഏകധർമ്മത്തിൻ്റെ സ്ഥാപനയും ബാക്കി അനേക ധർമ്മങ്ങളുടെ വിനാശം. ഏതോ ബാപ്പ് അപ്പന കാം കർ രഹേ ഹെ അല്ലേ? ഇതാരുടെ കർത്തവ്യമാണ്? ബാപ്പയുടേത്. വോ കേത്തെ വികാർ മേ ബൽ ജാവോ പരന്തു ബച്ചാ നാ ഹോ. അവരുടെ ഫാമിലി പ്ലാനിങ് എങ്ങനെയാ? വികാരത്തിൽ പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, പക്ഷെ അവർക്ക് ഇടയിൽ കുട്ടികൾ ഉണ്ടാവരുത് എന്നാണ് അവരുടെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ പദ്ധതി. ഐസേ കർത്തി കർത്തി ഹോഗ കുച്ച് ബി നഹി. ബാബ പറഞ്ഞു തരാണ്, ഇത്തരത്തിലാണ് പ്ലാനിങ് എങ്കിൽ ഒരിക്കലും അവർക്ക് ബർത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാനിങ് തോ ബേഹദ് ബാപ് കെ ഹാത്ത് മേ ഹെ. അതുകൊണ്ട് ബാബ പറഞ്ഞു ബർത്ത് കൺട്രോൾ ചെയ്യുക, ജനസംഖ്യ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത് പരിധിയില്ലാത്ത പരമാത്മാവിൻ്റെ കർത്തവ്യമാണ്. ബാബ കേത്തെ മൈഹി ദുഃഖദാം സെ സുഖദാം ബനാനെ ആയാ ഹൂം. ബാബ പറയണ ഞാൻ തന്നെ ദുഃഖധാമത്തെ സുഖധാമമാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതും ബാബ പറയണ 5000 വർഷങ്ങൾക്ക് മുമ്പത്തെ പോലെ, അതായത് ഓരോ 5000 വർഷത്തിന് ശേഷം ബാബ അവതരിക്കും. കലിയുഗ അന്ത് സത്യയുഗ ആദിമേ. ഭഗവാൻ അവതരിക്കുന്ന സമയം എപ്പോഴാണ്? ബാബ വരുന്ന സമയം എപ്പോഴാണ്? കലിയുഗത്തിൻ്റെ അവസാനം, സത്യയുടെ ആദ്യയുടെ സമയം. അബി യേ ഹേ സംഗം ജബ്കി പതി ദുനിയാ സെ പാവൻ ദുനിയാ ബൻതി ഹെ. ബാബ പറയുന്നത് ഇപ്പോഴിത് സംഗമയുഗമാണ്, അതായത് പതീത ലോകത്തിൻ്റെയും പാവന ലോകത്തിൻ്റെയും ഇടയിൽ. പുരാനി ദുനിയാ കാ വിനാശ് ഓർ നയി ദുനിയാ കി സ്ഥാപന യേ തോ ബാപ് കാ ഹി കാം ഹെ. പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഇത് ബാബയുടെ കർത്തവ്യമാണ്. സത്യുഗ് മേ താഹി ഏക് ധർമ്മ. ബാബ പറഞ്ഞ സത്യുഗത്തിൽ ഉണ്ടായിരുന്നത് കേവലം ഒരു ധർമ്മം മാത്രം. ये ലക്ഷ്മി നാരായൺ വിശ്വ കാ മാലിക് മഹാരാജ മഹാറാണി തെ. അവിടെ ലക്ഷ്മി നാരായൺ വിശ്വത്തിൻ്റെ അധികാരി മഹാരാജ മഹാറാണി ആയിരുന്നു. ये भी तुम जानते हो ये माला किसकी बनी हुई है. അപ്പോൾ ബാപ്പണി ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വാസ്തവത്തിൽ വൈജയന്തി മാല എന്ന് പറയുന്നത് ആരുടേതാണ്? ഊപ്പർ മേ ഹേ ഫൂൽ ശിവ ബാബ ഫിർ ഹേ യുഗൽ ദാന ബ്രഹ്മ സരസ്വതി. ബാബയുടെ ഓർമ്മപ്പെടുത്തുകയാണ് രുദ്രാക്ഷമാല. അപ്പോൾ ബാബ പറഞ്ഞ രുദ്രാക്ഷമാലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താഴെ പുഷ്പവും പിന്നീട് യുഗൾ മണികൾ ബ്രഹ്മ സരസ്വതി. പുഷ്പം കാണിക്കുന്നത് ശിവബാബയുടെ സൂചകമാണ്. ഉനോക്കി മാലാഹെ ജോ വിശ്വക്കോ നർക്ക് സെ സ്വർഗ പതി സെ പാവൻ ബനാത്ത്. അപ്പോൾ വാസ്തവത്തിൽ അതിൽ കോർക്കപ്പെടുന്ന മണികൾ ആരാണ്? ഒന്ന് ബാബയ്ക്കൊപ്പം ഈ വിശ്വത്തെ നരകത്തിൽ നിന്ന് സ്വർഗം പതീതരെ പാവനമാക്കി മാറ്റിയവരുടെ മാലയാണ്. ജോ സർവീസ് കർക്കെ ജാത്തെ ഉനോക്കി ഹി യാദ് രഹത്തി അല്ലേ? ബാപ്പണ്ണ ആരൊക്കെ സർവീസ് സേവനം ചെയ്തു പോയിട്ടുണ്ടോ അവരെല്ലേ ഓർക്കുക. തോ ബാബ സംജാത്തെ ഈ സത്യുഗമേ പവിത്രത്തേന്. അതുപോലെ ബാബ പറയുന്ന ദേവതകൾ സത്യുഗത്തിൽ പവിത്രരായിരുന്നു, അവിടെ പവിത്ര പ്രവൃത്തി ധർമ്മം ഉണ്ടായിരുന്നു. അഭിത്തോ പതീത്തെ. ഇന്ന് ഗ്രഹസ്ഥൊക്കെ എന്തായി? പതീതമായി. ഗാത്തെ ബി ഹേ പതീത് പാവൻ ആവോ ആക്ക ഹംകോ പാവൻ ബനാവോ. ഇന്ന് ലോകത്തിൽ ഭക്തർ വിളിക്കുകയാണ്, ഹേ പതീത പാവന വരൂ, ഞങ്ങളെയും പാവനമാക്കൂ. സത്യഗമേ തൊടേഹി ഏസെ പുക്കാരെങ്കിൽ. സത്യത്തിൽ ആരും അങ്ങനെ വിളിച്ചിരുന്നില്ല ഭഗവാനെ. സുഖമേ കോയി ബി ബാപ്ക സിമരൻ നഹി കർത്ത. ബാപ്പണ് ശരിയാണ്, സുഖത്തിൽ ആരും തന്നെ ഭഗവാനെ സ്മരിക്കാറില്ല. ദുഃഖത്തിൽ വരുമ്പോഴാണ് എല്ലാവരും ഭഗവാനെ ഓർക്കുക. ബാപ്പ് ഹൈ ഹി ലിബറേറ്റർ റഹം ദിൽ ബ്ലിസ്ഫുൾ ആക്ക ഹംകോ മുക്തി ജീവൻ മുക്തി ദേത്ത. കാരണം ബാബ ആരാണ്? ലിബറേറ്ററാണ്, മുക്തി ദാതാവാണ്, ദയാസാഗരനാണ്, ആനന്ദസാഗരനാണ്. അവർ തന്നെ വന്ന് സർവർക്കും മുക്തി ജീവൻ മുക്തി നൽകുന്നു. ബുലാത്തെ ബി ഉൻകോ ആക്ക സ്വീറ്റ് ഹോം മേ ചലേ ജാവോ. അതായത് ബാബ പറഞ്ഞിത്തരാണ്,
എല്ലാവരും ബാബയെ വിളിക്കാണ്, വന്ന് ഞങ്ങളെ ആ മധുരമായ ധാമത്തിലേക്ക് കൊണ്ടുപോയാലും. അഭിസുഖായി നഹി, കാരണം എന്താ ഇവിടെ സുഖം ഇല്ല. യഹേ പ്രജാക പ്രജാപർ രാജ്യ, ഇവിടെ എന്താണ് നടക്കുന്നത്? പ്രജാരാജ്യമാണ്. സത്യുഗത്തിലാണെങ്കിലോ രാജാ റാണി പ്രജകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ബാബ് ബതാത്തെ തും വൈസെ തും കൈസെ വിശ്വക്കെ മാലിക് ബൻത്തെ ഹോ, ഇവിടെ ബാബ പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികളാകുന്നത്. വഹാ തുമാരെ പാസ് അത്താ അൻഗിനത് ധൻ രഹത്താ ഹെ, അവിടെ സത്യുഗത്തിൽ ബാബ പറയണത് നിങ്ങളുടെ അരികിൽ അഗണനീയമായ സമ്പത്തുണ്ട്, ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നു. സോനയ്ക്ക് ഈട്ടോക്കെ മക്കാൻ ബനത്തെ, സ്വർണ്ണ ഇഷ്ടികകൾ കൊണ്ട് അവിടെ കൊട്ടാരം പണിതു. മിഷൻസെ സോനയ്ക്ക് ഈട്ടെ നിക്കൽത്തേ രഹത്തി, ബാബ പറഞ്ഞ അതിനുള്ള മിഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, സ്വർണ്ണ ഇഷ്ടികയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫിർ ഉന്മേ ഹീരെ ജൗഹറോങ്കി ജഡിത്ത് കർത്തെ, പിന്നെ ബാബ പറഞ്ഞ ആ സ്വർണത്തിൻ്റെ ഇഷ്ടികയിൽ ആണ് വജ്രവൈഡൂര്യങ്ങൾ പതിപ്പിച്ചിരുന്നത്. ദ്വാപർ മേ ബി കിത്തനെ ഹീരെ തേ ജോ ലൂട്ട് കർ ഗയേ തേ, ബാബ പറയുന്നത് സത്യുഗത്തിൽ അത്രയും സമ്പത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവെന്താ? ബാബ പറയുന്നത് ദ്വാപരയുഗത്തിൽ കൊള്ളയടിച്ചു കൊണ്ടുപോയില്ല എത്ര സമ്പത്തുകൾ, മുത്തുരത്നങ്ങൾ കൊണ്ടുപോയി. അബി തോ കുച്ച് സോനാ ദിക്കായി നഹി പടുത്ത, ഇന്ന് സ്വർണം പോലും കാണാനില്ല. യേ ബി ഡ്രാമേ നോന്ത്, ഇതൊക്കെ ഡ്രാമയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. തോ ബാബ കേത്തെ മൈ ഹർ 5000 വർഷ ബാദ് ആത്താ ഹൂം, അതുകൊണ്ട് ബാബ പറയാണ് ഞാൻ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവതരിക്കും. പുരാനി ദുനിയാക്കെ വിനാശ് കെ ലിയെ ആറ്റമിക് ബോംബ്സ് ആദി ബനേ ഹെ, ബാബ പറയുന്ന പഴയ ലോകത്തിൻ്റെ വിനാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ആറ്റം ബോംബൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അതും ബാപ്പണ് വിജ്ഞാനം ബുദ്ധി സെ ऐसी ऐसी चीज़ें निकाली हैं जिससे अपने ही कुल का विनाश करेगा. പാപ്പണ്ണ വിജ്ഞാനികൾ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെയാണ് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്, മറ്റൊന്നിനല്ല, സ്വന്തം കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി. ഏക്കോയി രക്കനേക്കീലത്തോടേക്ക് ബനാത്ത്, ഇത് ഷോക്കേസിൽ വെക്കാനുള്ള ഷോ പീസ് അല്ലല്ലോ. ബാബ പറഞ്ഞു തരണി ഇന്നെല്ലാം നാളെ അത് പൊട്ടിത്തെറിക്കും. റിഹേഴ്സൽ ഓത്തി ബാബ പറയണ് ബോംബ് ഉണ്ടാക്കും, പിന്നീട് അതിന് ഇട്ടു നോക്കും അല്ലേ, ബോംബ് ഇട്ടു നോക്കും, റിഹേഴ്സൽ നടത്തി നോക്കില്ലേ. അപ്പോൾ ബാപ്പണി ഇതൊക്കെ ഇങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടേയിരിക്കും. ജബ് തക് രാജധാനി സ്ഥാപൻ നഹി ഹുയി തബ് തക് ലഡായി നഹി ലഗ് സക്തി. ബാബ പറയണ എപ്പോൾ വരെ രാജധാനി സ്ഥാപിക്കപ്പെടുന്നില്ല, അതായത് പൂർണ്ണമാകുന്നില്ല സ്ഥാപനയുടെ കാര്യം, അതുവരെ ബാബ പറയണ യുദ്ധം നടക്കില്ല. തയ്യാറിയാ തൊഹോ രഹി ഹെ, സത്യുഗത്തിലേക്കുള്ള തയ്യാറെടുപ്പും നടക്കുന്നുണ്ട്, അതുപോലെ വിനാശത്തിലേക്കുള്ള തയ്യാറെടുപ്പും. ഉസ്കെ സാത്ത് നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോഗി, യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അതുപോലെ ബാബ പറഞ്ഞ അതിൻ്റെ കൂടെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. ഇത്തനെ ആദ്മി ഹോങ്കേ നഹി, അപ്പോഴേക്കും ബാബ പറഞ്ഞ ഇത്ര വ്യക്തികളും മനുഷ്യരും ഉണ്ടാവുകയില്ല. അബ് ബച്ചോं की इस पुरानी दुनिया को भूल जाना, ബാബ പറഞ്ഞ വരുന്ന ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ പഴയ ലോകത്തെ നിങ്ങൾ കുട്ടികൾ മറക്കണം. ബാക്കി സ്വീറ്റ് ഓം സ്വർഗക്കെ ബാദ്ഷാഹിക്കോ യാദ് കർണ, പിന്നെന്താണ് ഓർമ്മയിൽ വെക്കേണ്ടത്? ഒന്ന്, നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത്, നമ്മുടെ മധുരമായ ലോകം ധാമം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യധാനി സ്വർഗത്തെ ഓർമ്മിക്കണം. ജैसे नया घर बनाते तो फिर बुद्धि में नया घर ही याद रहता है ना. ഭൗതിക ജീവിതത്തിൽ ഏതുപോലെ പുതിയ വീട് പണിയുമ്പോൾ തന്നെ ആ വീട്ടിനോടല്ലേ നമ്മുടെ ഓർമ്മകൾ ഉണ്ടാവുക. അബി നെയ് ദുനിയാക്കി സ്ഥാപന ഹോ റഹി ഹെ, അതുപോലെ ബാബ പറയണ നിങ്ങൾ കുട്ടികൾക്കായി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ് ഹേ സർവകാ സദ്ഗതി ദാത്ത, ബാബ പറയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ആത്മായെ സബ് ചലേ ജായേഗി, എല്ലാ ആത്മാക്കളും തിരിച്ചു പോകും. ബാക്കി ശരീർ യഹാ ഖത്തം ഹോ ജായേങ്കെ, ശരീരമൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. ആത്മാ പവിത്ര ബനേഗി ബാക്കി യാദ് സെ, ബാബ പറയണ ബാബയുടെ ഓർമ്മയിൽ കൂടിയാണ് ആത്മാവ് പവിത്രമാവുക. പവിത്ര ജറൂർ ബന്ന, ബാബണ തീർച്ചയായും പവിത്രരാകണം. ദേവതായും പവിത്രഹേന, ബാബണ ദേവതകൾ പവിത്രരല്ലേ. ഉനോക്കെ ആകെ കബ്
बीड़ी तंबाकू आदि नहीं रखी जाती, वो वैष्णव है. ബാബ പറയണേ ദേവീ ദേവന്മാർ പവിത്രരാണ്. ഒരിക്കലും അവർക്കായിട്ട് നൈവേദ്യം വെക്കുമ്പോൾ ബാബ പറയണേ ബീഡി, സിഗരറ്റ്, പുകയില ഇങ്ങനത്തെയുള്ള വസ്തുക്കളൊന്നും വെക്കാറില്ലല്ലോ. കാരണം അവർ വൈഷ്ണവരാണ്. വിഷ്ണുപുരി കഹാ ജാത്ത അല്ലേ? വൈഷ്ണവരെന്ന് പറഞ്ഞാൽ വിഷ്ണു കുലത്തിൽപ്പെട്ടവർ. ബാബ പറയണ വിഷ്ണുപുരി എന്ന് പറയുന്നു. അപ്പോൾ ബാബ പറയണത് നിർവികാരി ലോകമാണ്, ഇത് വികാരി ലോകമാണ്. ആ വൈസ്ലെസ് വേൾഡ് മേ ജാന. ബാപ്പണ നിങ്ങൾ കുട്ടികൾ എവിടെ പോകണം? നിർവികാരി ലോകത്തേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ബാബ പറഞ്ഞ ഇത്തരത്തിലുള്ള അശുദ്ധ വസ്തുക്കളൊക്കെ ഉണ്ടാകണം, ഇല്ലാതാക്കണം. സമയ ബാക്കി തോടാ. ബാബ ഓർമ്മപ്പെടുത്താണ് കുട്ടികളെ, ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ये तो खुद भी समझते एटॉमिक बॉम्ब से सब खत्म हो जाएगा, लड़ाई तो लगनी ही है. മനുഷ്യൻ എത്ര മൂടനാണ്. അതായത് ബോംബ്സൊക്കെ തയ്യാറാക്കുന്നു, അവർക്ക് ആ ബോധം ഉണ്ടാവുമല്ലോ, ഇത് നമ്മുടെ തന്നെ വിനാശത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. വിനാശം മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ. യുദ്ധം നടക്കുമെന്നുള്ള ചിന്തയൊക്കെ അവർക്കുണ്ട്. പോലത്തെ ഹംകോ കോയി പ്രേരണ കർനെ വാലാ ഹെ ജോ ഹം ബനാ രഹി. അപ്പോൾ അവർക്ക് അറിയാം ഇത് നമ്മുടെ തന്നെ കുലത്തിൻ്റെ നാശം, നമ്മുടെ തന്നെ നാശത്തിലേക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കൂ എന്നെല്ലാം അറിയാം. പക്ഷെ അവർക്കൊരിക്കലും അതിനെ നിർത്താനും പറ്റില്ല, അതിൽ നിന്ന് പിൻവാങ്ങാനും പറ്റില്ല. കാരണം അവർ പറയുന്നത് നമുക്ക് ആരോ ഇങ്ങനെ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. जानते भी है अपने कुल का विनाश हो रहा है, परंतु बनाने बिगड़ नहीं सकते. शंकर द्वारा विनाश है भी ड्रामा में नू दे, विनाश सामने खड़ा है. അപ്പോൾ ബാബ പറയുന്നത് ശങ്കറിലൂടെ വിനാശം എന്ന് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വിനാശം നടക്കണത് ഡ്രാമയിൽ ഫിക്സായ കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് വിനാശം മുന്നിൽ നിൽക്കുന്നു. ജ്ഞാന യജ്ഞസേ വിനാശ് ജ്വാല പ്രജ്വലിത്വയി. ഇനി ബാപ്പയുടെ ജ്ഞാനയജ്ഞത്തിൽ കൂടിയാണ് ഈ വിനാശജ്വാല ജ്വലിക്കുന്നത്. അബീതം സ്വർഗക്ക മാലിക് ബന്നേക്കിലെ പഠ്രേ. അതിനിടയിൽ നമ്മൾ കുട്ടികൾ സ്വർഗത്തിൻ്റെ അധികാരികളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ये पुरानी दुनिया खत्म हो नहीं बन जाएगी, ये चक्र फिरता रहता. ബാപ്പയുടെ ഇത് നിയമമാണ്. പുതിയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടായി, പുതിയ ലോകം, പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുകയും പുതിയ ലോകം സ്ഥാപിക്കപ്പെടും. ബാപ്പയുടെ ഈ ചക്രം ഇങ്ങനെ കറങ്ങി വരികയല്ലേ. സൃഷ്ടി ഹിസ്റ്ററി മസ്റ്റ് റിപ്പീറ്റ്, അതായത് ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും. पहले आदि सनातन देवी देवता धर्म था, फिर चंद्रवंशी क्षत्रिय धर्म. ബാപ്പയുടെ ആദിയിൽ സനാതന ധർമ്മം ദേവീ ദേവത ധർമ്മമായിരുന്നു. പിന്നീട് ചന്ദ്രവംശികളുടെ ക്ഷത്രിയ ധർമ്മം, ഫിർ ഉസ്കെ ബാദ് ഇസ്ലാമി ബൗദ്ധി ആദി ആയി. അതിനുശേഷമാണ് ദ്വാപരയുഗം മുതൽ ഇസ്ലാമി ബൗദ്ധി ക്രിസ്ത്യനൊക്കെ വന്നത്. ഫിസറു പെഹ്ല നമ്പർ വാല ആയേഗ. വീണ്ടും എന്താകും? ചക്രം കറങ്ങും. ആദിയിൽ വന്നവർ വീണ്ടും വരും. അപ്പോഴേക്കും ബാബ പറയണ ഇത് വിനാശമാകണം. തും ബച്ചോങ്കോ കോൻ പഠാ രഹി. ഇതൊക്കെ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഓ നിരാകാർ ശിവ് ബാബ. ആരാണ്? നിരാകാരനായ ശിവ് ബാബ. അവർ തന്നെയാണ് നമ്മുടെ ശിക്ഷകനും സദ്ഗുരു. ആനെ സേ ഹി പഠായി ശുരു കർത്തെ, ഇസ്ലിയെ ലിഖാ ഹുവാ ഹെ ശിവ് ജയന്തി സോ ഗീതാ ജയന്തി. അതായത് ബാബയുടെ അവതരണം നടക്കുമ്പോൾ തന്നെ പഠിപ്പ് ആരംഭിച്ചു. ബാബ ആ നിമിഷം തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഭക്തിയിൽ ശിവജയന്തിയോടൊപ്പം ഗീതാ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഗീതാ ജയന്തി സോ ശ്രീകൃഷ്ണ ജയന്തി. ഗീതാ ജയന്തിയിലൂടെ എന്തുണ്ടാകുന്നു? ശ്രീകൃഷ്ണൻ്റെ ജന്മം ജയന്തി. ശിവബാബ സത്യുഗി സ്ഥാപന കർത്തി. അതായത് ബാബ ഈ സമയത്ത് വന്ന് സത്യുഗി സ്ഥാപനം നടത്തുകയാണ്. കൃഷ്ണപുരി സത്യുക്കോ കഹാ ജാത്ത. കൃഷ്ണപുരി എന്ന് സത്യുഗത്തെയാണ് പറയുന്നത്. അഭി തുംകോ പഠാനെ വാല കൊയ് സാധു സന്ത് മനുഷ്യ നഹി. അപ്പോൾ ബാബ പറഞ്ഞാൽ ഇതൊരു വിദ്യാലയമാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നവൻ സ്വയം നിരാകാരനായിരിക്കുന്ന ഭഗവാൻ, അല്ലാണ്ട് ബാബ പറഞ്ഞ ഏതൊരു സാധു സന്യാസിയോ മനുഷ്യനോ അല്ല. ഏതോ ദുഃഖർത്ത സുഖകർത്ത ബേഹദ് കാ ബാപ്പ്. ആരാണ്? ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. 21 ജന്മം കീഴിലെ തുംകോ വർഷ ദേത്ത. എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു? 21 ജന്മങ്ങളിലേക്കുള്ള സുഖത്തിൻ്റെ സ്വത്താണ് നൽകുന്നത്.
विनाश तो होना ही है। इस समय के लिए ही कहा जाता किनकी दबी रहेगी डोल में किनकी राजा काये. ചോരാക്കാരി ബഹുത്ത് ഹോഗി. ബാബ പറഞ്ഞു തരണ വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലരുടെ സമ്പത്ത് മണ്ണിൽ മണ്ണായി തീരും, ചിലരുടേത് രാജാക്കന്മാർ കൊള്ളയടിക്കും. ബാബ പറഞ്ഞു തരും ചിലതൊക്കെ കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകും അല്ലേ. ഇപ്പോൾ നോക്കൂ, ഓരോ നിയമങ്ങൾ വരുമ്പോൾ തെറ്റായ രീതിയിൽ സമ്പാദിച്ചു വെച്ചതൊക്കെ ആര് കൊണ്ടുപോകും? ഗവൺമെൻറ് കൊണ്ടുപോകും അല്ലേ. അതുപോലെ തന്നെ ചിലർ വഞ്ചിക്കപ്പെടും. നമ്മൾ കേട്ടിട്ടില്ല എത്രയോ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ. അതായത് ചിലവർ വഞ്ചിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ എത്ര സമ്പത്തുണ്ടായാലും നമ്മൾ നല്ല രീതിയിൽ അതിനെ സഫലമാക്കിയില്ല എങ്കിൽ മറ്റൊരു രീതിയിൽ എന്താകും? ചിലർ ബാബയുടെ സേവ എന്ന് പറയുമ്പോൾ ചിലർ പറയും ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയും, ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയും. അടുത്ത ദിവസം ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അങ്ങനെ എത്രയോ പ്രാവശ്യം ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഭഗവാന്റെ മുന്നിൽ ഏതെങ്കിലും രീതിയിൽ കളവ് പറയുകയാണെങ്കിൽ ആ പണം അങ്ങനെ തന്നെ വ്യർത്ഥമായിട്ട് പോകും, സഫലമാക്കിയില്ല എങ്കിൽ. അങ്ങനെ എല്ലാവരും നല്ല ചിലർ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ പോലും അവർക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. അതായത് ബാബയ്ക്ക് കൊടുക്കേണ്ട സേവനം എന്താണോ ഈശ്വരീയ കാര്യത്തിന് കൊടുക്കാതിരുന്നാൽ, ഇപ്പോൾ നമ്മൾ എന്താണ് മാസം മാസം ബാബയുടെ വീട് നടക്കുന്നത് എങ്ങനെയാണ്? ബാബയുടെ കുട്ടികൾ മാസം മാസം ഭണ്ഡാരത്തിൽ ഒരു തുക മാറ്റി വയ്ക്കും. എല്ലാ മാസവും 10 രൂപ സമ്പാദിക്കുന്നവരാണെങ്കിൽ 1 രൂപയെങ്കിലും ബാബയുടെ ഭണ്ഡാരത്തിൽ മാസം മാസം ഇടും. 1000 രൂപയാണ് സമ്പാദിക്കുന്നെങ്കിൽ ഒരു മാസത്തിൽ 100 രൂപ ബാബയുടെ ഭണ്ഡാരത്തിലിടും. അതായത് അവരുടെ 4 ഭാഗമായിട്ടല്ല ഭാഗിക്കുക. ഒന്ന് സ്വയംന് വേണ്ടി മാറ്റി വയ്ക്കുക, ഒന്ന് കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക, അതുപോലെ തന്നെ ഒന്ന് ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക, അതുപോലെ തന്നെ ഒന്ന് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. 4 ഭാഗമായിട്ട് വേർതിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളവർ ആദ്യം മുതൽ ചെയ്തു വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തുണ്ടാകും? അതിൻ്റെ ലാഭവും അതിൻ്റേതായിരിക്കുന്ന ബാബയുടെ സഹയോഗം അവർക്ക് കിട്ടും. കൂടാതെ ആഴ്ചയിൽ ബാബയ്ക്കുള്ള ഭോഗം, വീട്ടിലെല്ലാവർക്കും ഭോഗം സമർപ്പിക്കില്ല. വീട്ടിൽ ഭോഗം വെച്ചാൽ അത്ര പേർക്ക്. അതുകൊണ്ട് ബാബ നിയമം ഉണ്ടാക്കി വ്യാഴാഴ്ച ദിവസം എല്ലാ ബ്രാഹ്മണർക്കും കൂടി, എല്ലാ ബ്രാഹ്മണരുടെ സങ്കല്പത്തോടു കൂടി ബാബയ്ക്ക് ഭോഗം സമർപ്പിക്കും. അതിൻ്റെ പ്രാധാന്യം തന്നെ വേറെയാണ്. വീട്ടിൽ നമ്മൾ എത്ര ശുദ്ധി ഉണ്ടാകും, വീടിൻ്റെ അന്തരീക്ഷം എത്ര ശുദ്ധി ഉണ്ടാകും, ഏത് വിധത്തിലാണ് ബാബയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് പാത്രം, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാവം, അന്നദാതാവിന് ഒരു ദിവസം നമ്മൾ ഭോഗം സമർപ്പിക്കുക. അത് സർവ്വ ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടില്ലേ, ദേവതകൾ പോലും ബ്രഹ്മഭോജനത്തിന് വേണ്ടി കാത്തു നിൽക്കും എന്നുള്ളത്. അപ്പോൾ സംഗമയുഗത്തിലൊരവസരമാണത്. ബ്രാഹ്മണർക്കൊപ്പം ദേവതകൾക്കും പരമാത്മാവിനും ഭോഗം സമർപ്പിക്കുക എന്നുള്ളത്, എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്. കാരണം ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ആരാ? അതായത് ഈ മാനവ സൃഷ്ടിയുടെ പൂർവികരാണ്. അപ്പോൾ അവർക്ക് ശക്തി നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താവും? മുഴുവൻ വൃക്ഷത്തിലേക്ക് അത് പോവില്ലേ? ഭോഗത്തിന് വളരെയധികം മഹിമയുണ്ട്. ഇനി ഭോഗം കഴിക്കുമ്പോൾ പരമാത്മാവിൻ്റെ പ്രസാദം എന്ന രൂപത്തിൽ കഴിക്കാൻ നമ്മൾക്ക് പറ്റണം. ചിലപ്പോഴൊക്കെ പറയാമോ ഇന്ന് ഉപ്പുമാവാണ്, ഇന്ന് ചെറുപയറാണ്, അത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട. അപ്പോൾ ഇവിടെ ഭോഗ് പ്രസാദം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുക അല്ലേ? ഭഗവാന് നൈവേദിച്ചത് എന്താണോ അത് പ്രസാദമാണ്. ആ ഭാവനയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റണം. അപ്പോൾ ഒന്ന് ബ്രാഹ്മണരുടെ ഈ യജ്ഞം നടക്കുന്നത്, ബാബയുടെ യജ്ഞം നടക്കുന്നത്, എല്ലാവരും അവരവരുടെ ബാബയുടെ കുട്ടി, ബാബയെ തൻ്റെ കുട്ടിയാക്കിയിരിക്കുന്നവർ ബാബയുടെ യജ്ഞത്തെ നടത്താൻ വേണ്ടി അവരുടെ ഒരു വീതം മാസം മാസം എന്താണ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കും അല്ലേ? ഇത്രയെന്നൊന്നുമില്ല. അവരുടെ കയ്യിലാകുന്നത് മാസത്തിൽ എത്ര ആകുന്നു അത് ഭണ്ഡാരത്തിൽ നിറയ്ക്കുക. അങ്ങനെയാണ് ഭഗവാന്റെ ഭണ്ഡാരം നിറയുക. അവർക്കും സമ്പന്നത ഉണ്ടാവുക. പണ്ടുള്ള അമ്മമാർ ചെയ്യായിരുന്നു. വീട്ടിൽ ഒരു പപ്പായി മരം ഉണ്ടെങ്കിൽ
അതിൽ ആദ്യത്തെ പപ്പായ ബാബയുടെ വീട്ടിലേക്ക് എന്ന് വെക്കും. അല്ലാണ്ട് പകുതി മുറിച്ചല്ല കൊണ്ടുവരും, മുഴുവൻ ബാബയുടെ വീട്ടിലേക്ക്. ഒരു പയറുവള്ളിയിൽ പയർ ആദ്യം ഉണ്ടായത് അത് ബാബയുടെ വീട്ടിലേക്ക്. അത് ഭാവനയാണ്. അല്ലാണ്ട് ഇവിടെ പയർ മേടിക്കാൻ ഇല്ലായിട്ടോ മാർക്കറ്റിൽ നിന്ന് പയർ കിട്ടാണ്ടോ പപ്പായ കിട്ടാണ്ടോ അല്ല. പക്ഷെ അത് ബാബ എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ബാബ പറയില്ല, ഭാവനാക്ക ബടമൈ ദേത്താവും. ഭാവനയ്ക്കാണ് ബാബ റിട്ടേൺ നൽകുന്നത്, അല്ലാണ്ട് തൂക്കത്തിനല്ല. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ് അത്തരത്തിൽ സേവനം ചെയ്യാൻ. അങ്ങനെയാണ് യജ്ഞം കൊണ്ടുപോവുക. അല്ലാണ്ട് എങ്ങനെ യജ്ഞം കൊണ്ടുപോവുക? അവരവരുടെ നാട്ടിലുള്ള സെൻറ്റർ ആണെങ്കിലും ബാബയുടെ മഹായജ്ഞമായിരിക്കുന്ന മധുബനാണെങ്കിലും എല്ലാ ബ്രാഹ്മണരുടെ ഒരു ചെറുവിരൽ സഹയോഗത്തിലൂടെയാണ്. അതാണ് ബ്രഹ്മകുമാരീസിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ഫാമിലി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ ലേബലൊട്ടിച്ച് വെക്കൽ ഇവർ ഇത്ര തന്നു ഇവർ ഇത്ര തന്നു ഇല്ല. എൻ്റെ പരിവാരം ഞാൻ സംരക്ഷിച്ചു കൊണ്ടുപോകണം. ഇതെൻ്റെ ബാബയുടെ യജ്ഞം, ഞാനാണ് ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്. അതിൽ ഞാൻ എന്നുള്ളത് ആദ്യം വരണം, അതിൽ സ്റ്റെപ്പ് പിന്നോട്ടായിരിക്കും. ബാബ പറഞ്ഞു തരാണ് ഇതൊക്കെ ആർക്ക് ബാധകമാണ്? എൻ്റെ കയ്യിലുള്ളതിന് ഈ സമയത്ത് സംഗമയുഗത്തിൽ ബാബയുടെ ഈ കാര്യം നടക്കുന്ന സമയത്ത് ഞാൻ സഫലാക്കിയില്ല എങ്കിൽ ബാബ പറഞ്ഞു തരാണ് അത് മണ്ണോട് മണ്ണായി ചേരും, ഇല്ലെങ്കിൽ ഗവൺമെൻറ് സർക്കാർ കൊണ്ടുപോകും, അല്ല എങ്കിൽ കൊള്ളക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോകും. ആഗ് ബി ലഗ്നി ഹെ, അതും ഇല്ല എങ്കിൽ ബാബ പറഞ്ഞ് കത്തി നശിക്കും. ഇസ് യജ്ഞമേ സബ് സ്വാഹ ഹോ ജായേഗ. അതുകൊണ്ട് ബാബ പറയണേ ബാബ വന്നിരിക്കുന്ന ഈ യജ്ഞത്തിൽ മുഴുവൻ ലോകം തന്നെ എന്താകും? സ്വാഹാകും. പക്ഷെ സഫലമാക്കുന്നത് അതിന് മുമ്പായിരിക്കണം. അപ്പം ഈ തോടി ആഗ് ലഗി ഹെ ഫിർ ബന്ദ് ഹോ ജായേഗ. ഇപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ തീപ്പൊരി ചീറ്റലും പൊട്ടലും ഉണ്ട്. തൊടി അർജുൻ ദേരി ഹെ, അപ്പം ഇനി കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട്. സബ് ആപ്പസ് മേ ലടേങ്കെ. പിന്നീട് ബാബ പറയുന്ന മഹായുദ്ധം നടക്കും. ചുടാനേ വാല കോയി രഹേഗ നഹി, ഒരാളെ രക്ഷപ്പെടുത്താൻ അപ്പോഴാരും ഉണ്ടാവില്ല. രക്ത കി നദിയോ കെ ബാദ് ഫിർ ദൂध की നദിയാ ബഹേഗി. ബാബ പറഞ്ഞ രക്തപ്പുഴ ഒഴുകും, അതിനുശേഷമാണ് ക്ഷീരക്കടലായി മാറുക. ബാബ പറയുന്ന പാലിൻ്റെ നദികൾ ഒഴുകും, അത്രയും സമ്പന്നത ഈ ലോകത്ത് വരും. ഇസ്കോ കഹാ ജാത കൂനെ നാഹിക്കേൽ. അപ്പോൾ ബാബ പറയുന്ന അങ്ങനെ ഒരു ദൃശ്യം നമ്മുടെ മുന്നിൽ നടക്കാൻ പോവുകയാണ്. അതായത് രക്തപ്പുഴയുടെ കളി. ബച്ചോനെ സാക്ഷാത്കാർ ബി കിയ ഫിർ ഇൻ ആങ്കോ സേ ബി ദേखेंगे. യജ്ഞ ആരംഭത്തിൽ ബാബ ഇത് ആദ്യ കുട്ടികൾക്ക് സാക്ഷാത്കാരത്തിലൂടെ കാണിച്ചതായിരുന്നു. എങ്ങനെയാണ് മഹായുദ്ധം നടക്കുക, വിനാശത്തിൻ്റെ ദൃശ്യം എങ്ങനെയായിരിക്കും. പക്ഷേ ബാബ പറയുന്ന ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ഇതേ കണ്ണുകൊണ്ട് കാണേണ്ടതായി വരും. विनाश के पहले बाप को याद करना है तो तमो प्रधान से आत्मा सतो प्रधान बन जाए. അപ്പോൾ വിനാശത്തിന് മുൻപ് ബാബയെ ഓർമ്മിക്കണം, തമോ പ്രധാനരിൽ നിന്നും ആത്മസത്തോ പ്രധാനമായി തീരണം. അപ്പോൾ ബാബ പറയണ ഇതെല്ലാം നടക്കേണ്ടത് എപ്പോഴാണ്? വിനാശത്തിന് മുൻപ്. ബാബ സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മളെല്ലാം നമ്മുടെ ചെയ്തിരിക്കും. എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ബാബയുടെ ഈ കാര്യത്തിൽ യജ്ഞത്തിനേക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആത്മാവിനെ സത്വപ്രധാനമാക്കാൻ വേണ്ടിയിട്ട് അത് അത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം. बाप नई दुनिया स्थापन करने के लिए तुमको तैयार कर रहे हैं അല്ലേ? ബാബ നമ്മൾ യോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകം സ്ഥാപിക്കുന്നതിൽ നമ്മളെ തയ്യാറാക്കുകയാണ്. രാജധാനി പൂരി സ്ഥാപൻ ഹോ ജായേഗി ഫിർ വിനാശ് ഹോഗ. ബാബ പറഞ്ഞ രാജധാനി പൂർണ്ണ രൂപത്തിൽ സ്ഥാപനമായി കഴിഞ്ഞാൽ ബാബ പറഞ്ഞ പിന്നീടാണ് വിനാശം ആരംഭിക്കുക, മഹാവിനാശം ആരംഭം. അതായത് നമ്മൾ കുട്ടികൾ തയ്യാറാകണം, അപ്പോഴേക്ക് ബാബ പറഞ്ഞ വിനാശം ആരംഭിക്കൂ. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों के रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. धारणिकुള്ള ഇന്നത്തെ പോയിൻ്റാണ്. ഒന്ന്, विष्णुपुरी में चलने के लिए स्वयं को लायक बनाना है. വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിനായി
സ്വയം തന്നെ യോഗ്യനാക്കണം. അതായത് അവനവനെ യോഗ്യനാക്കണം. സമ്പൂർണ്ണ പാവൻ ബന്ന, സമ്പൂർണ്ണ പാവനരാകണം. അശുദ്ധ കാൻ പാൻ ത്യാഗ കർ ദേന. ബാബ പറയുന്ന സമ്പൂർണ്ണ പാവനരാകണം. അതോടൊപ്പം അശുദ്ധ ആഹാര രീതികളെയൊക്കെ ത്യജിക്കണം. ബാബ ഇന്ന് പറഞ്ഞല്ലോ, വിഷ്ണു വൈഷ്ണവ കുലത്തിലുള്ളവർക്ക് വീടിയും അതും ഇതൊന്നും വെക്കാറില്ല. അതുകൊണ്ട് ബാബ പറയുന്ന ദേവതാ കുലത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അശുദ്ധ ആഹാര രീതികളൊന്നും ഉണ്ടായിരിക്കരുത്. വിനാശ് കെ പേലെ അപ്ന സബ് കുച്ച് സഫൽ കർണ. വിനാശത്തിന് മുൻപ് തൻ്റെ എല്ലാം സഫലമാക്കണം. 2. ജൽദി ജൽദി പഠിക്ക് ഹോഷിയാർ ഹോന. വേഗം വേഗം പഠിച്ച് സമർത്ഥരും വിവേകശാലികളുമാകണം. കോയി ഭി വികം നാ ഹോ ഇസ്കാ ധ്യാൻ രഖന. ഒരു തരത്തിലും എന്നിലൂടെ വികർമ്മം സംഭവിക്കരുത്. അതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. അതായത് വേഗം വേഗം പഠിച്ച് സമർത്ഥനാകണം. യാതൊരു പ്രകാരത്തിലുള്ള വികർമ്മം ചെയ്യാതിരിക്കാൻ ബാബണ ആ കാര്യത്തിൽ ശ്രദ്ധ നൽകണം. വരദാൻ. त्यागो तपस्या द्वारा सेवा में सफलता प्राप्त करने वाले सच्चे सेवादारी भव. ത്യാഗത്തിൽ കൂടിയും തപസ്സിലൂടെയും സേവനത്തിൽ സഫലത നേടുന്ന സത്യസേവാധാരിയായി ഭവിക്കും. ത്യാഗത്തിലൂടെയും തപസ്സിലൂടെയും സേവനത്തിൽ സഫലത നേടുന്ന സത്യസേവാധാരിയായി ഭവിക്കൂ. വിശദീകരണം. सेवा में सफलता का मुख्य साधन है त्याग और तपस्या. സേവനത്തിൽ സഫലത നേടാനുള്ള പ്രധാന സാധനയാണ് ത്യാഗവും തപസ്സും. സേവനത്തിൽ സഫലത നേടാനുള്ള പ്രധാന വിധി എന്താണ്? ത്യാഗവും തപസ്സും. ത്യാഗ് അർത്ഥാത് മനസ സങ്കല്പ സേ ഭി ത്യാഗ്. ത്യാഗം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്ന് പോലും ത്യാഗം. किसी परिस्थिति के कारण, मर्यादा के कारण, मजबूरी के त्याग करना ये त्याग नहीं. ത്യാഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മര്യാദ അതൊരു നിയമമുണ്ട് അതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിർബന്ധിതരായിട്ട് ത്യാഗം ചെയ്യുക, അതൊരിക്കലും ത്യാഗം ആകുന്നില്ല. ലേക്കിൻ ജ്ഞാനസ്വരൂപ സെ, പക്ഷേ ജ്ഞാനസ്വരൂപത്തിൽ കൂടി സങ്കല്പ സേ ഭി ത്യാഗി ബനും. ജ്ഞാനസ്വരൂപത്തിലൂടെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ കൂടി സങ്കല്പത്തിൽ നിന്നും ത്യാഗിയാവുക. और तपस्वी अर्थात ये तपस्वी अर्थ എന്താ? സദാ ബാബ് കി ലഗൻ മേ ലൗലീൻ. സദാ ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചു നിൽക്കുക, മുങ്ങിക്കിടക്കുക. ജ്ഞാൻ പ്രേം ആനന്ദ സുഖ് ശാന്തി കെ സാഗർ മേ സമായ ഹുയി. ലൗലീൻ എന്ന് പറയുമ്പോൾ ജ്ഞാനം, പ്രേമം, ആനന്ദം, സുഖവും ശാന്തി ആ കടലിൽ മുങ്ങിക്കിടക്കുക, സമാവേശമാവുക. ऐसे त्यागी तपस्वी ही सेवा में सफलता प्राप्त करने वाले सच्चे सेवादारी. അത്തരത്തിൽ ത്യാഗികളും തപസ്വികളായിരിക്കുന്ന ആത്മാക്കളാണ് സേവനത്തിൽ സഫലത നേടുന്ന സത്യ സേവാദാരികൾ. അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ, ആ സേവനത്തിൽ നമുക്ക് സഫലത ഉണ്ടാകണമെങ്കിൽ പ്രധാന സാധന എന്താണ്? അതാണ് ത്യാഗവും തപസ്സും. स्लोगन. अपनी तपस्या द्वारा शांति के वाइब्रेशन फैलाना ही विश्व सेवादारी है. തൻ്റെ തപസ്സിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻ പ്രസരിപ്പിക്കുന്നത് തന്നെയാണ് വിശ്വ സേവാദാരി ആകുന്നത്. അതായത് നമ്മുടെ തപസ്സിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻ പ്രസരിപ്പിക്കുക, മുഴുവൻ ലോകത്തിലേക്കും
അതിനെ വ്യാപിപ്പിക്കുക. അതാണ് വിശ്വസേവാധാരി ആകുന്നത്. അച്ഛ ഓം ശാന്തി. അതുകൊണ്ട് ഇന്ന് ബാബ എന്താണ് പറഞ്ഞത്? ബാബ വന്നിരിക്കുന്നത് ഫാമിലി പ്ലാനിങ് നടത്താനാണ്. അതുപോലെ തന്നെ ബാബ ടീച്ചറാണ്, ബാബ സദ്ഗുരുവാണ്, അച്ഛനുമാണ്. ഏത് വിധത്തിൽ ബാബ അതല്ല ഇന്നത്തെ മുരളിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു. ഏത് വിധത്തിലാണ് ബാബ ഫാമിലി പ്ലാനിങ് നടത്തുന്നത്? കാരണം സത്യുഗത്തിൽ എന്തായിരുന്നു? പവിത്ര ഗൃഹസ്ഥ ധർമ്മമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ഥാപിക്കുന്നത്, അതൊക്കെ പദ്ധതി ഉണ്ടാക്കുന്നത് എവിടെയാണ്? പ്രാക്ടിക്കലാക്കുന്നത് എവിടെയാണ്? ബാബ ഇവിടെ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. പിന്നീടാണ് സത്യുഗം സ്ഥാപിക്കപ്പെടുക അല്ലേ? പക്ഷെ ബാബ പറയുന്നത് അത് വരുമ്പോഴേക്ക്, അതായത് പിന്നെ മഹാവിനാശം നടക്കുന്നതിന് മുൻപ് നമ്മളെല്ലാം തയ്യാറാക്കിയിരിക്കണം. സഫലമാക്കേണ്ടതെല്ലാം സഫലമാക്കിയിരിക്കണം. അച്ഛ ഓം ശാന്തി. ഒരു കൊച്ചു ദിവ്യജ്യോതി തെളിഞ്ഞു, താരാഗണങ്ങൾക്കുമപ്പുറമായി ഭൂമണ്ഡലത്തിൽ പൊൻപ്രഭ ചൊരിയും ശാന്തി തൻ ദിവ്യജ്യോതിർബിന്ദു, ശക്തി തൻ സാഗരമാണി ജ്യോതി, ശാന്തിധാമത്തിൽ വാഴും ജ്യോതി. സർവഗുണങ്ങൾ തൻ സാഗരമാണി ജ്യോതി, സർവർക്കും വഴികാട്ടുമീ ജ്യോതി. സർവമനുഷ്യർ നമിക്കുന്ന ജ്യോതി, സർവദുഃഖ വിനാശക ജ്യോതി. തൃക്കണ്ണിനാൽ മാത്രം ദർശന ജ്യോതി, ത്രികാലലോകങ്ങൾക്കതീത ജ്യോതി, പ്രേമപ്രഭ ചൊരിഞ്ഞിടുന്ന ജ്യോതി, പ്രേമത്തിൻ സാഗരമാകും ജ്യോതി, സർവർക്കുമാനന്ദമേകും ജ്യോതി, ആനന്ദസാഗരമാകും ജ്യോതി, സർവസുഖങ്ങൾ തൻ സാഗര ജ്യോതി, ലോകസുഖ ശാന്തിക്കാധാര ജ്യോതി. ഒരു കൊച്ചു ദിവ്യ ജ്യോതി തെളിഞ്ഞു, താരാഗണങ്ങൾക്കുമപ്പുറമായി സ്നേഹസ്മരണയാൽ പ്രാപ്തമീ ജ്യോതി, ഇഷ്ടപ്രദായകമാണീ ജ്യോതി, സർവാത്മജ്യോതിക്കും പിതനാണീ ജ്യോതി, മുക്തി ജീവൻ മുക്തിക്കാധാര ജ്യോതി, ചർമ്മചക്ഷുസിദിനജ്ഞാത ജ്യോതി, പരമപവിത്രമാണീ ജ്ഞാനജ്യോതി, കാരുണ്യ സിന്ധുവാമി പ്രേമ ജ്യോതി, എൻ പരമപ്രിയതാതനീ ജ്യോതി. ഒരു കൊച്ചു ദിവ്യ ജ്യോതി തെളിഞ്ഞു, താരാഗണങ്ങൾക്കുമപ്പുറമായി ഭൂമണ്ഡലത്തിൽ
പൊൻപ്രഭ ചൊരിയും ശാന്തി തൻ ദിവ്യ ജ്യോതിർബിന്ദു ശക്തി തൻ സാഗരമാണി ജ്യോതി ശാന്തിധാമത്തിൽ വാഴും ജ്യോതി